അമലാപോള് വളരെ വൃത്തിയായിട്ട് എഴുതി, എന്നെ അഹിന്ദു ആയതുകൊണ്ട് അകത്ത് കയറ്റിയില്ലേ, എന്ത് പരിപാടിയാണ്, ലോകം പുരോഗമിച്ചില്ലേ, 2025 ആയില്ലേ എന്നൊക്കെ അവളും പറയാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു കാര്യം എഴുതി, വളരെ സിമ്പിളാണ് കുട്ടി കാര്യങ്ങൾ. ഇതിനകത്തിരിക്കുന്ന എന്താണ്? ദേവനാണ്. ആരുടെ ദേവൻ? ഹിന്ദുക്കൾ വിഗ്രഹത്തിലൂടെ, അതുകൊണ്ടാണ് വിഗ്രഹത്തിൽ പൂജ ചെയ്യുമ്പോൾ ത്വയി സംപൂജയാമി ഈശം എന്നാ പറയുന്നത്. ഇതിലൂടെ ഞാൻ ഈശ്വരനെ ഭജിക്കുന്നു എന്നാ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള വിഗ്രഹത്തെ ആരാധിക്കുന്നവർ കേന്ദ്രമാണിത്. നിങ്ങളുടെ ബൈബിളിൽ എന്ന് പറഞ്ഞിരിക്കുന്നു, അവസാനത്തെ വാക്യം, ലോകമുള്ളിടത്തോളം കാലം, സൂര്യചന്ദ്രാദികൾ ഉള്ളിടത്തോളം കാലം മരത്തിലോ മണ്ണിലോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയോ അത് വണങ്ങുകയോ ചെയ്താൽ നിത്യ നരകത്തിൽ പോകുന്നതാണ്. അങ്ങനെ വിശ്വാസമുള്ള അമലാപ്പോൾ എന്തിനാണ് ഈ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം കാണാൻ വരുന്നത്? അപ്പോൾ അവൾക്കത് വിശ്വാസമുണ്ടെന്നായി വാദം. എങ്കിൽ വളരെ സിമ്പിൾ ഒരു പ്രൊസീജിയർ ഞാൻ പറയാം. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു അഫിഡേവിറ്റ് എഴുതി കൊടുക്കാൻ പറ്റണം. എന്താണ്? ഞാൻ ഹിന്ദു മതത്തിൻ്റെ വേദതന്ത്ര ശാസ്ത്രങ്ങളിൽ പ്രതിപാദിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈശ്വരൻ്റെ പ്രാദുർഭാവങ്ങളെ ഇതിഹാസ പുരാണാദികളിലും വേദതന്ത്രാദി ശാസ്ത്രങ്ങളിലും ഹിന്ദുക്കളുടെ എല്ലാ പ്രമാണങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കണം എന്ന് എഴുതി കൊടുത്ത് ഒപ്പിട്ടു. ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എൻ അഫിഡേവിറ്റ്. സിമ്പിൾ പരിപാടിയില്ലേ? ഞങ്ങൾ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾ ഒപ്പിട്ടാൽ മാത്രം മതി, നിങ്ങൾ എഴുതി കുഴങ്ങണ്ട കൈ. ഇത് പറയുമ്പോൾ പിന്നെ അടുത്ത വാദം വരികയാണ്. എന്താണ് അതെന്തിനാ അതിൻ്റെ ആവശ്യം? ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും അമ്പലത്തിൽ തൊടാൻ പറ്റില്ല. കാരണം അത് അവരുടെ ദൈവം വിലക്കുന്ന ഏറ്റവും കൊടിയ പാപമാണ്. അപ്പോൾ അതിൽ ഇരട്ടത്താപ്പുണ്ട്.